മഴക്കാലത്ത് ഒരുവിധം എല്ലാ വീടുകളിലുള്ളതാണ് ഈച്ച ശല്യം. മഴക്കാലത്ത് ഈച്ച മാത്രമല്ല, ഈച്ച, കൊതുക്, മറ്റ് പ്രാണികൾ, പിന്നെ എലി, മഴപ്പാറ്റ ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ കിട്ടുന്ന കീടനാശിനികൾ, രാസവസ്തുക്കൾ കൊണ്ട് ഇതൊക്കെ എളുപ്പത്തിൽ ഒരു അടിക്ക് എല്ലാം ചത്തുപോകും. നമ്മൾ ഹിറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ചത്തുപോകും. പക്ഷേ അത് നമ്മളെ കോഴികൾക്ക് ദോഷം ചെയ്യും. അതുപോലെ വീട്ടിൽ ചെറിയ കുഞ്ഞു മക്കളുണ്ടെങ്കിലും പെറ്റ്സ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ വിഷം അടങ്ങിയ സാധനങ്ങൾ അടിക്കുന്നത് ഭയങ്കര കേടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ജൈവ ലായനിനെ പറ്റി കേട്ടോ ഇന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോഴിക്കൂട്ടിലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈച്ചകൾ വേഗം തന്നെ ഇവിടുന്ന് ഓടിപ്പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഈച്ചനെ തുരത്താനുള്ള ഒരു ലായനിയാണിത്. ഈച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര പ്രശ്നം എന്താ വെച്ചാൽ ഈച്ചയാണ് അസുഖങ്ങൾ പരത്തുന്നത്. അപ്പോൾ ഈച്ച ഈർപ്പത്തിലൊക്കെ മുട്ടയിട്ട് പെരുകി കോഴിക്കാഷ്ടത്തിലൊക്കെയാണ് തോനെ ഈച്ച ഉണ്ടാവുക. അപ്പോൾ ഇത് രോഗങ്ങൾ പരത്തും. മാത്രമല്ല കോഴികളുടെ മുട്ട ഉൽപ്പാദനത്തിനെ പോലും സാരമായി ബാധിക്കും എന്നാട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളിത് അടിച്ചു കൊടുക്കുമ്പോൾ കോഴിക്കൂടിൻ്റെ ഉള്ളിൽ അടിക്കരുത്. ഉള്ളിലൊക്കെ നനവായിട്ടുണ്ടെങ്കിൽ കോഴിപ്പൻ വരും. ഇപ്പോൾ പുറം ഭാഗത്തും സൈഡിലും ഈച്ച ഉള്ള സ്ഥലത്തൊക്കെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ആ വെള്ളം എടുത്ത അതേ കപ്പ് തന്നെ അതേ അളവ് തന്നെ നമ്മൾ 1 കപ്പ് വിനാഗിരിയാണ് എടുക്കുന്നത്. സുർക്ക എന്നൊക്കെ പറയും വിനാഗിരി. അപ്പോൾ ഇതും അതേ അളവ് തന്നെ നമ്മൾ എടുക്കുകയാണ്. 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് വിനാഗിരി ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് 2 സാധനം കൂടി ചേർക്കാനുള്ളൂ. അത് ഒന്ന് ചെറുനാരങ്ങ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സുർക്കയ്ക്കൊന്നും അത്ര വിലയൊന്നുമില്ല. പിന്നെ നാരങ്ങയാണ്, 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേയറിൽ കുടുങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ 2 ചെറുനാരങ്ങൻ്റെ നീരാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ ചിലവ് കുറച്ച് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്ലോവ് ഓയിലാണ്. ക്ലോവ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമ്പൂൻ്റെ ഓയിലാട്ടോ. ഇതും അധികം വലിയ വിലയൊന്നും ഇല്ല. ഇത് നമ്മൾ പല്ലുവേദനയ്ക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ. പല്ലുവേദനയ്ക്ക് ഇത് പഞ്ഞിയിലാക്കി കടിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ പല്ലുവേദനയ്ക്ക് നല്ല ആക്കാൻ കിട്ടും കേട്ടോ. ഇത് പിന്നെ എന്താ പറയുക, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഭയങ്കര സ്ട്രോങ് ആട്ടോ. ഇത് നമ്മൾ 5 ml ആട്ടോ ചേർത്തിട്ടുള്ളത്. ഭയങ്കര സ്ട്രോങ് ഉള്ളൊരു ഓയിലാണ്. കയ്യിലൊന്നും ആവാതെ നോക്കണം. കയ്യിലായിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കൈക്ക് പൊള്ളലൊക്കെ ഏൽക്കൂട്ടോ. പൊള്ളൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീറ്റൽ അതുണ്ടാകുക. അതുകൊണ്ട് കയ്യിലാവാതെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേയറിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കണ കണ്ടിട്ട് നിങ്ങളിത് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് പോയിട്ട് സ്പ്രേ ചെയ്തിട്ട് അന്നേരം ഈച്ച പോയിട്ട് ഇത് ഉണങ്ങിയ പാട് ഈച്ച പിന്നെയും വരുമ്പോൾ ഈ സ്പ്രേ കൊണ്ടൊരു ഗുണമില്ല അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഏത് കാര്യമാണെങ്കിൽ നമ്മൾ അത് തുടർച്ചയായിട്ട് ചെയ്താൽ അതിനൊരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഈച്ചകളൊക്കെ പറന്ന് പോകും. പിന്നെ അത് ഉണങ്ങി വരുമ്പോൾ ഈച്ചകൾ പിന്നെയും വരും. അപ്പോൾ ഒന്നും കൂടി അടിക്കുക. അങ്ങനെ നമ്മൾ 3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈച്ചകൾ വരികയില്ല കേട്ടോ. അപ്പോൾ ഈച്ചനെ ഒഴിവാക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഈച്ചക്ക് നമ്മൾ മറ്റേ മോസ്കിറ്റോ ബാറ്റ് ഉണ്ട്, പിന്നെ ഈച്ച ബോർഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇതും നല്ലതാട്ടോ. ഇതാകുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്താൽ വലിയ പ്രശ്നമില്ല. എന്താ വെച്ചാൽ ഒക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. വിനാഗിരി, പിന്നെ ചെറുനാരങ്ങ, ക്ലോവ് ഓയിലൊക്കെ. അതുകൊണ്ട് വലിയ വിഷമയല്ല. ഈച്ച ബോർഡ് ഇതാ 10 രൂപക്ക് കിട്ടാണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതൊരു പുസ്തകത്തിൻ്റെ ചട്ട പോലെയാണ്. ഇത് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വശവശപ്പാണ്. ഈച്ചകൾ ഓടി വന്ന് ഇതിൽ പറ്റി പിടിക്കും കേട്ടോ. പക്ഷേ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും തീരാത്ത അത്ര ഈച്ചകൾ ഉണ്ടാവും ചിലപ്പോൾ. ഒരു ഈച്ച ബോർഡിന് 10 രൂപയുള്ളൂ. അപ്പോൾ ദിവസവും ഈച്ച ബോർഡ് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്പ്രേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുത്താൽ 3-4 ദിവസം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈച്ച ശല്യം ഒരുപാട് കുറയും കേട്ടോ. ഇവിടെ ഒരുപാട് ഈച്ച ഉണ്ടായിന്. അപ്പോൾ ഇത് അടിക്കൽ തുടങ്ങിയതിന് ശേഷം കുറേ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോഴിക്കോടിലും വീട്ടിലൊക്കെ ഈ സ്പ്രേ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ ഒറ്റൊരടിയിൽ ഇത് പോകില്ല. ഞാൻ പ്രത്യേകം പറയുകയാണ്, ഇത് 2-3 ദിവസമെങ്കിലും നമ്മളിത് അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അന്നേരം ഇതിൻ്റെ സ്മെല്ലൊന്നും പറ്റാഞ്ഞിട്ട് ഈച്ചകളൊക്കെ ഇവിടുന്ന് പോയിക്കോളും. ഒരു പരിധി വരെ ഈച്ചനെ ഒഴിവാക്കാനത് വളരെ നല്ലൊരു ലായനിയാണ്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, ചിലവ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്യണവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈച്ചനെ കൊണ്ട് പൊറുതി മുട്ടി നിൽക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത്. പിന്നെ വൃത്തിയാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ വൃത്തി ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഈച്ച ഒരിക്കലും പോകില്ല. പിന്നെ ഈ കോഴികളെ തീറ്റപാത്രത്തിലും തീറ്റപാത്രത്തിലൊക്കെ തീറ്റ ബാക്കിയുണ്ടെങ്കിൽ ഈച്ചകൾ വന്ന് ഇങ്ങനെ പൊതിയുന്ന കാണാം. അപ്പോൾ നമ്മൾ മാക്സിമം കോഴികൾ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റപാത്രം അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ നല്ലത്. വേനലിലൊക്കെ നമ്മൾ അവിടെ തന്നെ വെച്ച് കൊടുക്കും, ഒരു മിനി വന്ന് നിന്നോട്ടെ വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മൊത്തത്തിൽ ഈച്ച വന്ന് അതിൽ കാട്ടിട്ട് ഈച്ച പൊതിയും. അപ്പോൾ ഈ ഒരു ഭക്ഷണം തന്നെ കോഴികളും വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ വിരശല്യം, പിന്നെ ഒരുപാട് അസുഖങ്ങൾ വരും. അല്ലെങ്കിൽ അസുഖങ്ങൾ വരും മഴക്കാലത്ത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ ഇവർ തിന്ന പാടന്നെ ആ പാത്രമൊക്കെ എടുത്ത് മാറ്റി വെക്കുക. പിന്നെ വൃത്തിയാണ് മെയിനായിട്ട്. അതായത് നമ്മളിപ്പോൾ മഴയാണെങ്കിലും കൂടി നമുക്ക് കോഴിക്കോട് വൃത്തിയാക്കാനൊക്കെ ഒരു മടിയായിരിക്കും. നമ്മളായിരിക്കും 2 ദിവസം കഴിഞ്ഞിട്ട് നന്നാക്കാം. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കോഴിക്കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ ദിവസവും മാറ്റണം. എന്താ വെച്ചാൽ മഴക്കാലത്താണ് കൂടുതൽ ഈർപ്പുണ്ടാവുക. ഈർപ്പത്തിലാണ് ഈച്ചകൾ മുട്ടയിടുക. ഈച്ചകൾ മുട്ടയിട്ട് പെരുകുക അപ്പോഴാണ്. അപ്പോൾ നമ്മൾ കോഴിക്കാഷ്ടം ഉണ്ടെങ്കിൽ ഡെയിലി ക്ലീൻ ചെയ്യണം കേട്ടോ. കോഴിക്കൂടിൻ്റെ അടിയും പിന്നെ നെറ്റുകൂടാണെങ്കിൽ അതിൻ്റെ അടിഭാഗവും മരക്കൂടാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗവും ഒക്കെ നല്ലപോലെ എന്നും ക്ലീൻ ചെയ്യുക കേട്ടോ. ഇതിനൊരു മടിയും കാണിക്കരുത്. മഴ ആണെങ്കിലും
മഴ ചോർന്നിട്ടെങ്കിലും നമ്മളത് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യാതെ വെക്കുമ്പോഴാണ് 2-3 ദിവസം ക്ലീൻ ചെയ്യാതെ വെക്കുമ്പോഴാണ് ഈച്ചകൾ ഇങ്ങനെ ഒന്നായിട്ട് പെരുക കേട്ടോ. ഈച്ച പെരുകിയിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളാണ് വരിക. അപ്പോൾ അകത്തേക്കും വരും, വീട്ടിലേക്കും വരും, എല്ലാ സ്ഥലത്തേക്കും വരും. എന്നാൽ നമ്മൾ മാക്സിമം ഈച്ചനെ ഒഴിവാക്കാനുള്ള ഡ്രൈ ആയിട്ടുള്ള നോക്കുക, കോഴിക്കൂടൊക്കെ ഡ്രൈ ആക്കാനായിട്ട് നോക്കുക. പിന്നെ വൃത്തിയാക്കി വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു സ്പ്രേ അടിച്ച് കൊടുക്കുക. മാക്സിമം വൃത്തി ഉണ്ടായാൽ തന്നെ ഒരു പരിധി വരെ അസുഖങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈച്ചനെ പോലെ തന്നെ ശല്യമുള്ള ഒരു ജീവിയാണ് കൊതുകും. അപ്പോൾ കൊതുകിനെ തുരത്താനായിട്ട് നമ്മൾ കോഴിക്കൂടിൽ പുകയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വൈകുന്നേര സമയത്തൊക്കെ ചേരിയൊക്കെ കൂട്ടിയിട്ടിട്ട് നമ്മളതിൽ പുകച്ചാൽ, പുക ഇട്ടിട്ടുണ്ടെങ്കിൽ കൊതുകൊക്കെ പോകട്ടെ. തീ പാളിക്കാനല്ല പറയുന്നത്, പുക ഇടാനാണ് പറയുന്നത്. അപ്പോൾ കോഴികൾ കൂട്ടിലില്ലാത്ത സമയം നോക്കിയിട്ട് നല്ലപോലെ പുകച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കോഴിക്കൂട്ടിലെ കൊതുക് ശല്യമൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. 6 മാസം ആവാനായ ഒരു 3 പൂവന്മാർ നമുക്ക് കൊടുക്കാനുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓറഞ്ച് ബ്ലാക്കും ഒന്ന് കാപ്പിരിയുമാണ്, മറ്റേത് ഓറഞ്ച് ബ്ലാക്കുമാണ്, ഒന്ന് ലൈനേജുമാണ് കേട്ടോ. ആർക്കും വേണമെങ്കിൽ പറയണേ.